കൊല്ലത്താണ് പത്തനാപുരത്ത് പെൺകുട്ടിയെ അയൽവാസികൾ മർദ്ദിച്ചത്. സുനിൽകുമാറും മകൻ മിഥുനും ചേർന്നാണ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചത്. സുനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒളിവിൽ പോയ മിഥുനായി അന്വേഷണം ആരംഭിച്ചു. വീടിന് മുന്നിൽ CCTV സ്ഥാപിച്ചതാണ് പ്രകോപനത്തിന് കാരണം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അത് കാണാം. ഇവിടുന്ന് 4 വീട്ടുകാർ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ അമ്മയും ഓണറും കൂടെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. അപ്പൊ അതിനെ ചൊല്ലിയായിരുന്നു തർക്കം ഉണ്ടായത്. മിനിഞ്ഞാന്ന് ഈ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള ബക്കറ്റ് ചൂട് എടുത്തോണ്ട് പോയി. അമ്മ രാവിലെ മുറ്റം തൂക്കാൻ ചൂട് നോക്കിയപ്പോ കണ്ടില്ല. ക്യാമറ നോക്കിയപ്പോ രാത്രി എത്രയായപ്പം പതുക്കെ ചൂലെടുത്ത് പിന്നെ ബക്കറ്റ് എടുത്ത് കൊണ്ടുപോകും. രാവിലെ ഇതുപോയി ചോദിച്ചപ്പം അയാൾ കൈ മലത്തേക്കൊന്നും അറിയത്തില്ല. തെളിവുണ്ടോ? ഞാൻ പറഞ്ഞ തെളിവുണ്ടോ? തെളിവ് കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിക്കേണ്ടവരെ കാണിച്ചോളാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇയാൾ അതിനൊന്നും മറുപടി പറയുന്നില്ല. അമ്മ ഇതിനാ കേസ് കൊടുത്ത് അതിന് അമ്മയുടെ മക്കത്തേര് അമ്മയെ ചീത്ത വിളിക്കുകയും മോശമായിട്ട് കുറെ അസത്യം പറയുകയൊക്കെ ചെയ്തു. ഹെവി ജയശങ്കർ ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ജയശങ്കർ, ആ ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. അച്ഛനും മകനും മാത്രമല്ല അമ്മയും ഉണ്ട് കൂടെ. 3 പേർ ചേർന്നാണ് ആ വീട്ടിൽ കയറി അതിക്രൂരമായി ആ പെൺകുട്ടിയെ പുറത്തേക്ക് വലിച്ചിട്ട് ആക്രമിക്കുന്നത്. അപ്പോൾ CCTV സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വീട്ടിൽ അത് സ്ഥാപിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമാണ്. അപ്പോൾ ഈ കുടുംബത്തിന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ CCTV സ്ഥാപിച്ചത് എന്ന് കൂടി മനസ്സിലാക്കുകയാണ്. അതിൽ എന്തിനാണ് ആ കുടുംബത്തിന് ഇത്ര വലിയ പ്രകോപനം? ഒരാൾ മാത്രമാണ് കസ്റ്റഡിയിൽ. മറ്റ് 2 പേരുടെ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ മകൻ ഇപ്പോൾ ഒളിവിലാണെന്ന് കേൾക്കുന്നു. പോലീസ് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത്? സുനിൽകുമാർ, മകൻ മിഥുൻ എന്നിവർ ചേർന്നാണ് അയൽവാസികളായ അമ്മയും മകളെയും ക്രൂരമായ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നാണ് വ്യക്തമാകുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇതിനോടൊപ്പം തന്നെ പുറത്ത് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിരന്തരം ഈ അയൽവാസികൾ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സുനിൽകുമാറും മകൻ മിഥുനും ഈ 2 സ്ത്രീകളെ നിരന്തരം ശല്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇവർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ പരാതികൾ നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇവർ തങ്ങളുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ CCTV ഉൾപ്പെടെ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഇരുവർക്കും വലിയ തോതിൽ പ്രകോപനം സൃഷ്ടിച്ചു. അങ്ങനെയാണ് സുനിൽകുമാറും മിഥുനും ഇത്തരത്തിൽ വീട്ടിലെത്തി നിരന്തരം ഈ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽകുമാറിനെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിഥുൻ ഒളിവിലാണ്. ഈ അമ്മയുടെയും മകളുടെയും പരാതിയിൽ ഈ CCTV ദൃശ്യങ്ങളൊക്കെ അടിസ്ഥാനമായിക്കൊണ്ടാണ് പത്തനാപുരം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയൊരു കയ്യേറ്റമാണ് 2 സ്ത്രീകൾക്ക് നേരെ സ്വഭവനത്തിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ താമസിക്കുന്ന വീട്ടിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത്. പോലീസ് ഇതിൽ കർശനമായ നടപടി ഇതിനോടകം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനു വേണ്ടിയുള്ള അന്വേഷണം നിലവിൽ തുടരുകയാണ്. അച്ഛനും മകനും ചേർന്നാണ് ഇത്തരത്തിൽ 2 സ്ത്രീകളെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരി ജയശങ്കർ, എന്താണെങ്കിലും വീട്ടിൽ ഈ CCTV സ്ഥാപിച്ചു എന്നുള്ളതാണ് ഈ അച്ഛനെയും മകനെയും പ്രകോപിപ്പിച്ചത്. ആ CCTV തന്നെ അവർക്ക് പണിയായി മാറുകയാണ്. അതിലെല്ലാ ദൃശ്യങ്ങളും കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെയും മകൻ്റെയും പരാക്രമം എല്ലാം CCTV ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് പോലീസിനും തെളിവായി മാറുകയാണ്. ഈ അച്ഛനും മകനുമെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ല.